വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ വാദങ്ങൾക്ക് കാരുരുമ്പിന്റെ ശക്തിയാണ്. പദ്ധതിയെ വൻ വിജയമായി മാറിയെന്ന് കണ്ടപ്പോൾ തകർക്കാൻ ചില ശക്തികൾ ശ്രമിച്ചുവെന്നായിരുന്നു എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. മന്ത്രിമാരായ വി.എൻ. വാസവനും പി. രാജീവും സമാന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ യു.ഡി.എഫ് നേതാക്കൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഇച്ഛാശക്തി അംഗീകരിക്കാൻ തയ്യാറല്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വൻ വിജയമായി മാറിയെന്ന് കണ്ടപ്പോൾ തകർക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിച്ചുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കണം എന്ന് ഉറപ്പിച്ച് BJPയും കോൺഗ്രസും അതിശക്തിയായ രീതിയിൽ കേരളത്തിലുടനീളം പ്രചരണം നടത്തി. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉറപ്പായിട്ട് പറഞ്ഞു, എന്തിനും വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ പ്രോജക്റ്റ് അവസാനിപ്പിക്കില്ല. കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന മഹത്തായ സംഭാവനയാണ് വിഴിഞ്ഞം പദ്ധതിയെന്ന് മന്ത്രി പി. രാജീവും എല്ലാ വിഭാഗം ജനങ്ങളും വികസനത്തിനൊപ്പമെന്ന് മന്ത്രി വി.എൻ. വാസവനും പ്രതികരിച്ചു. സമയത്തിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി എത്തിക്കാൻ കഴിഞ്ഞു. അത് നാടിനാകെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത് സംബന്ധിച്ചിപ്പോൾ ഓരോരുത്തർ അവകാശപ്പെടാതെ തന്നെ ജനങ്ങളുടെ മുൻപിലുണ്ട്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇതിനെ നെഞ്ചേറ്റി ഏറെ ആഹ്ലാദത്തോടെ ആരവത്തോടെ ഇത് ഏറ്റെടുക്കുകയാണ്. വിഴിഞ്ഞം കമ്മീഷനിംഗ് വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ പ്രസംഗം നടത്തിയെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. അതും എടുത്ത് പ്രധാനമന്ത്രി ഒരു മന്ത്രിയുടെ പ്രസംഗം എടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ്. ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാണ്, ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല. എന്നാൽ കുറ്റസമ്മതം നടത്തുന്നത് പോലെയായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പ്രതികരണം. തുറമുഖ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിനെ പാല് കൊടുത്ത് നല്ലപോലെ വളർത്തിയത് പിണറായി വിജയൻ സർക്കാരാണെന്ന് സമ്മതിക്കുന്നുവെന്നായിരുന്നു ഹസൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്. അതിനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് പോഷകാഹാരം കൊടുത്ത് ഈ നിലയിലാക്കിയത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് എന്ന് സമ്മതിക്കാം. രണ്ടുപേർക്കും ഇതിന്റെ ക്രെഡിറ്റ് കിട്ടില്ലെന്നാണ് K. മുരളീധരന്റെ പ്രതികരണം. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ രണ്ടു പേർക്ക് തന്നെ ക്രെഡിറ്റ് കിട്ടാൻ പറ്റും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ റിയാക്ഷൻ ജനങ്ങളുടെ മാത്രം. എന്നാൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ വയനാട്ടിലുണ്ടായിട്ടും വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് മനഃപൂർവ്വമെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.